അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, വളരെ വേണ്ടപ്പെട്ട മുഹബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിന്റെ ബർക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ച് മഗ്ഫിറത്തിന്റെ ദിനരാത്രങ്ങളുടെ അവസാനത്തെ ദിവസം, അതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് പൂർണ്ണ മഗ്ഫിറത്തും റഹ്മത്തും ജന്നത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, കമൻറ്റിൽ ഒരുപാട് സന്തോഷം പറയുന്ന, ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് മാറ്ററുകൾ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും അല്ലാഹു ഖൈറും നിഅമത്തും നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്ലാസ് മുടങ്ങാതെ ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം കമൻറ്റ് രേഖപ്പെടുത്തുന്ന കാര്യം ഒരു റിക്വസ്റ്റാണ്. നിർബന്ധമായി നിങ്ങൾ ഒരു വാക്കെങ്കിലും പറഞ്ഞു പോകണം. കാരണം നമ്മുടെ ക്ലാസ് ഒരുപാട് പേർക്ക് ഓട്ടോമാറ്റിക് എത്താൻ അതൊരു കാരണമാകും. അതേപോലെ തന്നെ അൽഹംദുലില്ലാ, ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുന്നവർ ഒട്ടനവധി പേരുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം എന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധമായ റമളാനിൻ്റെ 20ാമത്തെ നോമ്പുകാരാണ് നമ്മളൊക്കെ. അൽഹംദുലില്ലാ. ഇന്നത്തെ നോമ്പ് തുറയോടെ നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത് 21ാം രാവിലേക്കാണ്. അപ്പോൾ മഗ്ഫിറത്തിൻ്റെ 10ന്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടണമല്ലോ. നിസ്കാരം കൊണ്ട്, തറാവി നിസ്കാരം കൊണ്ട്, നമ്മുടെ നോമ്പ് കൊണ്ട്, ഇതെല്ലാം നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് എന്താ? ചെറുപാപങ്ങളാണ്. വലിയ തെറ്റുകൾ അല്ലാഹു പൊറുക്കണമെങ്കിൽ കൃത്യമായി തൗബ വേണം. അതായത് അത്തൗബത്തു അന്നദമു, മനസ്സ് വേദനിച്ച് കരഞ്ഞിട്ട് അള്ളാഹുവിനോട്, അള്ളാഹുവെ ചെയ്തു പോയി, അള്ളാഹ് ഖേദമുണ്ട്, ഞാൻ വിഷമിക്കുകയാണ്, ഞാൻ നിന്നോട് അപേക്ഷ വെക്കുകയാണ്, എനിക്ക് മാപ്പാക്കണം, ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല അല്ലാ. ഈ ഒരു വാക്ക് അള്ളാഹിൻ്റെ മുന്നിൽ പറഞ്ഞാൽ അള്ളാഹു എത്ര വലിയ വൻപാപവും അള്ളാഹു സെക്കൻഡിൽ പൊറുക്കും. അത് ചെയ്യേണ്ട ലാസ്റ്റ് മൊമെൻറ്റ്, അത് ഓർത്ത് ചെയ്യണം. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഇന്ന് കയറി വരുന്ന പരിശുദ്ധമായ റമളാനിൻ്റെ 21ാം രാവ്, അതായത് ലൈലത്തുൽ ഖദറിൻ്റെ രാവുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. അതിൻ്റെ ഉദ്ഘാടന രാവാണ് ഇന്നത്തെ രാവ്. അവസാനത്തെ ഒറ്റയിട്ട രാവുകൾ പ്രത്യേകം പരിഗണിക്കണമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്കൊല്ലത്തെ ലൈലത്തുൽ ഖദർ ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓടിച്ചു പറഞ്ഞു പോകാം. ഏറ്റവും മിനിമം നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൻ്റെ രാവ് ഹയാത്ത് കൊടുത്താൽ, അന്ന് ഇബാദത്ത് ചെയ്താൽ 83 കൊല്ലവും 4 മാസവും, അതായത് നമ്മുടെ ആയുസ് മുഴുവൻ നമ്മൾ അമൽ ചെയ്താലും കിട്ടാത്തത്ര, അതിനേക്കാൾ വലുത് ഖൈറും മിൻ അൽഫി ശഹർ എന്നാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. 1000 മാസത്തിൻ്റെ കൂലിയല്ല. പലരും അങ്ങനെ കരുതിപ്പോയി. ഇല്ല, 1000 മാസത്തിനേക്കാൾ വമ്പൻ ബെനിഫിറ്റ് കിട്ടും നമ്മുടെ കർമ്മങ്ങൾക്ക്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണക്കെത്രയാ? 2000 ആണോ 3000 ആണോ? അത് അള്ളാഹു പറഞ്ഞില്ല, അതിനേക്കാൾ എന്ന് പറഞ്ഞു. അള്ളാഹു ആലം. അപ്പോൾ ഈ വമ്പൻ ബിഗ് ഓഫർ കിട്ടുന്ന ആ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൻ്റെ പ്രതീക്ഷിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രഥമ രാവ് ഇന്നത്തെ രാവാണ്. അപ്പോൾ ഇന്നത്തെ രാവ് മുതൽ ഒറ്റയെട്ട് രാവുകളിൽ പ്രത്യേകിച്ച് അൽഹംദുലില്ലാ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മുടെ നിസ്കാരങ്ങൾ, പ്രത്യേകിച്ച് മഗ്രിബ് ഇശാ നിസ്കാരം, സുബഹി നിസ്കാരം കൂടെ ജമാഅത്ത് മുടങ്ങാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ, സഹോദരന്മാരോട് മാത്രമല്ല സഹോദരിമാരോടും ഞാൻ ആവശ്യപ്പെടുകയാണ്, നമ്മൾ ഒരു കുട്ടിയെങ്കിലും കൂടെ ഉണ്ടാവുക. നിസ്കാരം ഒറ്റക്കാകരുത്. ഇനി അങ്ങോട്ടുള്ള നിസ്കാരം ഇന്നത്തെ രാത്രി പ്രത്യേകിച്ച്. അപ്പോൾ എന്താ ഗുണമെന്നറിയോ? രാത്രി മുഴുവൻ റെസ്റ്റ് ഇല്ലാതെ ഇബാദത്ത് ചെയ്ത, അതായത് ഹയാത്ത് കൊടുത്ത കൂലി കിട്ടും എന്ന് പ്രിയപ്പെട്ടവരെ മഹത്തുക്കളായ സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ രാവിൻ്റെയും നിസ്കാരത്തിൻ്റെ ജമാഅത്ത് മുടങ്ങാതെ നോക്കണം. അൽഹംദുലില്ലാ. ഇനി കിടക്കാണെങ്കിൽ പോലും പീരീഡ്സിൻ്റെ സമയത്തല്ലാത്ത സഹോദരിമാർ, അവർക്ക് പറ്റൂല. അല്ലാത്തവരൊക്കെ സഹോദരന്മാർ ഏതായിരുന്നാലും ഉളുവോടുകൂടെയാണ് രാത്രി കിടക്കാൻ പാടുള്ളൂ. പരമാവധി കിടക്കാൻ നമ്മൾ നോക്കണം. കിടന്നാൽ ക്ഷീണമെന്നൊക്കെ കിടന്നാൽ ഉളു ഉണ്ടാകണം. ഉളുവോടുകൂടെ കിടന്നാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ അവർ കിടക്കല്ല, അവർ നിസ്കാരക്കാരാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ വലിയ ഒരു സമ്മാനമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതൊക്കെ ഓർത്തു വെക്കണം നമ്മൾ. അപ്പോൾ ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ശ്രദ്ധിക്കണം. രണ്ടാമത് തറാവീഹ് ഇനി മുടങ്ങാൻ പാടില്ല. വമ്പൻ കൂലിയാണ് ഇനിയുള്ള തറാവീഹിന് കിട്ടാൻ പോകുന്നത്. പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിൻ്റെ രാവ് ഏതായിരുന്നാലും ഒരു രാവ് കയറി വരുമല്ലോ, ഒറ്റയിട്ട രാവ് ഏതാണെങ്കിലും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ആ ലൈലത്തുൽ ഖദറിൻ്റെ നിസ്കാരം, ആ നമ്മുടെ തറാവി നിസ്കാരം ലൈലത്തുൽ ഖദറുമായിട്ട് യോജിച്ചു വരും. റബ്ബേ, എന്തൊരു കൂലി എന്നറിയോ? അത് പ്രത്യേകിച്ച് ഓർക്കണം. പിന്നെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കേണ്ട കാര്യം, മൂന്നാമത്തെ തൗബ ചെയ്യുന്ന കാര്യമാണ്. മനസ്സറിഞ്ഞ് അള്ളാഹിനോട് തൗബ ചെയ്യണം. ചുമ്മാ കരഞ്ഞിട്ട് അള്ളാഹിനോട് ഒറ്റയ്ക്കിരുന്ന് പറയണം, പാപം ഓർക്കണമെന്ന് പറയണം. ഇനി അങ്ങോട്ടുള്ള രാവ് അത് ലൈലത്തുൽ ഖദറിൻ്റെ രാവുമായി ചേർന്ന് വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു തെറ്റുണ്ടാകില്ല. ഒരു അമലിനും അത്രയേറെ മാപ്പ് വാങ്ങിയെടുക്കാൻ പറ്റില്ല. അത്ര വലുതാണ് തൗബ. അതുണ്ടാകണം. പിന്നെ നാലാമത്തെ കാര്യം, ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും ഖുർആനിൻ്റെ ഒരു പേജെങ്കിലും നമ്മൾ ഓതണം. ഖുർആൻ ഓതാൻ അറിയാത്തവരുണ്ടെങ്കിൽ ചുമ്മാ മുസ്ഹഫ് ഒതു കൊടുത്തിട്ട് മുസ്ഹഫ് തുറന്നു വെച്ചിട്ട് അതിലേക്ക് കണ്ണുകൊണ്ട് ഇങ്ങനെ ആ വരികളിലൂടെ നോക്കണം, കണ്ണുകൊണ്ട് ഓതണം. അപ്പോൾ ആയിരക്കണക്കിന് അതായത് കൊല്ലക്കണക്കിന് ഇബാദത്തിൻ്റെ ഖുർആൻ ഓതി കൂലി കിട്ടാൻ പോവാം.
മുസ്ഹബ് കയ്യിലെടുത്തൊരു ഒരു ചുംബനെങ്കിലും കൊടുക്കണം. അതൊക്കെ സുന്നത്താണ്, സുന്നത്തിൻ്റെ ഫർദിൻ്റെ കൂലിയല്ലേ. ഈ കൂലിയൊന്നും പെരുന്നാളിന് കിട്ടൂല. ഇതൊക്കെ റമദാനിൻ്റെ ഓഫറാണ്, അത് ശ്രദ്ധിച്ചു കൊടുക്കുക. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം, സ്വതക്ക ഹദിയ. അത് എങ്ങനെയാണെങ്കിലും നമ്മൾ കൈമാറുന്ന നമുക്ക് ഇനി അങ്ങോട്ടുള്ള എല്ലാ രാത്രികളും പ്രത്യേകിച്ച് ഒരു നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ഒരു സ്വതക്ക ഹദിയ നമ്മൾ കൈമാറണം. ഇപ്പം നേരിട്ട് കൊടുക്കാൻ പറ്റും, ഗൂഗിൾ പേ വഴി കൊടുക്കാൻ പറ്റും. കൈമാറണമെങ്കിൽ പല സൗകര്യമുണ്ട്, ഉപയോഗപ്പെടുത്തണം. എല്ലാവരും അതിന് മൈൻഡ് ചെയ്ത് കൊടുക്കണം. വമ്പൻ കൂലിയാണ്. ഏതായിരുന്നാലും ലൈലത്തുൽ ഖദറുമായി കണക്ഷൻ അത് ഉണ്ടാകും അതിന്. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവർ, ആറാമത് സൂറത്തുൽ ഖദർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ആ സൂറത്ത് ഒരു വട്ടമെങ്കിലും നമുക്ക് ഓതുന്നതിന് തടസ്സമില്ലല്ലോ. അത് ഏത് ദിവസം ഓതിയാലും ഒരു വട്ടം നമ്മൾ ഓതിയാൽ റമദാനിൻ്റെ 30 നോമ്പിൻ്റെ കൂലിയാണ്. ആലോചിച്ച് നോക്കേ. അപ്പോൾ റമദാനിൻ്റെ 30 നോമ്പിൻ്റെ കൂലി നമ്മൾ നോമ്പ് എടുത്തിട്ട് കിട്ടും, അതല്ലാതെ എക്സ്ട്രാ ഒരു റമദാനിൻ്റെ കൂടെ. അപ്പോൾ ഡബിൾ കൂലി കിട്ടും. ഏത് സൂറത്തുൽ ഖദർ ഒരു വട്ടം ഓതിയാൽ, അത് മറക്കാതെ ഓതാം. അതോടൊപ്പം ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി നിസ്കരിച്ച കൂലി കൂടെ കിട്ടും. അൽഹംദുലില്ലാഹി തുമ്മ അൽഹംദുലില്ലാ. അല്ലാഹു വമ്പൻ കൂലി തരുന്ന വലിയ നിഅമത്താണ്. ആ സൂറത്ത് മറക്കാതെ ഒരു വട്ടെങ്കിലും നമ്മൾ ഓതണം. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, ഏഴാമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, നമ്മുടെ ദുആകളിൽ എന്ത് ചേർക്കണം എന്നറിയോ? അല്ലാഹുവേ, ഇക്കൊല്ലത്തെ 2026 ഇക്കൊല്ലത്തെ ലൈലത്തുൽ ഖദർ എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും നീ കൊടുത്തേക്കണേ അല്ലാ. അതിൻ്റെ പോരിശ് എല്ലാവർക്കും കൊടുക്കണേ റബ്ബേ എന്ന് പറഞ്ഞ് ദുആ ചെയ്താൽ ആ സെക്കൻഡിൽ ഒരു മലക്കിറങ്ങി വന്നിട്ട് അല്ലാഹുമ്മ ആമീൻ വലക്ക ബിമിത്ലിൻ. അല്ലാഹുവേ, ഇയാളുടെ ദുആ സ്വീകരിച്ച് ആളുകൾക്ക് ലൈലത്തുൽ ഖദറിൻ്റെ കൂലിന് കൊടുക്ക്. അതോടൊപ്പം വലക്ക ബിമിത്ലിൻ, ഈ ചോദിച്ച ആളുണ്ടല്ലോ, മറ്റുള്ളവർക്ക് കൂലി കൊടുക്കാൻ പറഞ്ഞ ഈ മനുഷ്യൻ, ഈ സഹോദര സഹോദരിക്ക് നീ ആദ്യം കൂലി കൊടുക്കണേ അല്ലാ. ആ സെക്കൻഡിൽ ലൈലത്തുൽ ഖദറിൻ്റെ കൂലി നമ്മുടെ വലത്തെ തോളി റിക്കാണിൽ കയറും. വമ്പൻ ലാഭമാണ്. അതൊരു യഥാർത്ഥത്തിൽ ഒരു ഹിക്മത്തിൻ്റെ ലാഭമാണ്. ഇത് അള്ളാഹു ഓഫർ ചെയ്തിരിക്കുന്ന ലാഭമാണ്. അപ്പോൾ അങ്ങനെ ദ്വാരക്കണം, എല്ലാവർക്കും കിട്ടണം എന്ന് പറഞ്ഞ് ദ്വാരക്കണം. പിന്നെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവിലെ എന്താണ് വേണ്ടത് എന്ന് ആയിഷത്ത് തുഹറ റളിയല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ എന്ന് നിങ്ങൾ പറ. അതോടൊപ്പം അള്ളാഹിൻ്റെ ഇസ്മുകൾ ചേർത്ത് കൊടുക്കുന്ന ഒരു ശൈലി ഉണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ യാ കരീം യാ റഹീം യാ അല്ലാഹ്. അല്ലാഹുവേ, നീ മാപ്പ് കൊടുക്കുന്നവനാണ്, മാപ്പ് നിനക്ക് വല്ലാത്ത ഇഷ്ടമാണ്, എനിക്ക് മാപ്പ് തരണേ അല്ലാഹ്. നമ്മൾ അള്ളാഹിനോട് മാപ്പ് ചോദിക്കാം. മാപ്പ് ചോദിക്കുന്നതോടൊപ്പം എല്ലാവർക്കും അള്ളാഹു മാപ്പ് കൊടുക്കില്ല. ഈ ദുആ എല്ലാവരും ചൊല്ലും. പക്ഷെ മാപ്പ് കൊടുക്കുന്ന ആർക്കാണെന്നറിയോ? നമ്മൾ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക. നമ്മളോട് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്ത് ചെയ്താലും നമ്മൾ ഇത്രയേറെ തെറ്റ് സംഭവിച്ചു പോയി, അള്ളാഹു നിർബന്ധം പിടിച്ച നിസ്കാരം പോലും സമയം തെറ്റിപ്പോയി, അള്ളാഹ് നമ്മളെ എന്തെങ്കിലും ചെയ്തോ, നമ്മളുമായി ഉടക്കിപ്പോയോ, നമ്മുടെ ഏതെങ്കിലും നിഅമത്തുകൾ ഒന്നുമില്ലല്ലോ. അള്ളാഹു എത്ര കാരുണ്യവാനാണ്, എത്ര മാപ്പ് നൽകി അള്ളാഹു. ഈ മാപ്പൊക്കെ നമ്മൾ വാങ്ങിയെടുക്കാൻ തയ്യാറാണ്. നമ്മൾ മാപ്പ് കൊടുക്കാൻ, ഞാൻ മരിച്ചോലും പൊരുത്തപ്പെട്ട് കൊടുക്കില്ല, അക്രമത്തിൻ്റെ വാക്കാണ്. ഒരാളോടും അങ്ങനെ പറയാൻ പാടില്ല. അത് ഈമാൻ ഇല്ലാത്തതിൻ്റെ കുറവാണ്, അള്ളാഹുവിൽ നിന്ന് മാപ്പ് കിട്ടാത്തതിൻ്റെ വലിയ അടയാളമാണ്. അങ്ങനെ ഉണ്ടാകരുത്. ഏത് കേസും നമ്മൾ മാപ്പ് കൊടുത്തില്ല എന്ന് കരുതി ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമോ പ്രിയപ്പെട്ടവരെ? എന്തെങ്കിലും ലാഭമുണ്ടോ? നമുക്കുണ്ടോ അവർക്കുണ്ടോ? മാപ്പ് എടുത്താൽ നമുക്ക് വമ്പൻ ലാഭമാണ്, അള്ളാഹിൻ്റെ മാപ്പ് കിട്ടും. അപ്പോൾ ഈ മാപ്പ് കിട്ടുന്ന ദുആ നമ്മൾ സജീവമാക്കണം. പിന്നെ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. നരകമോചനം വേണം റബ്ബേ, സ്വർഗ്ഗപ്രവേശനം വേണം. അപ്പോൾ മനസ്സറിഞ്ഞ് ഈ ദുആകൾ വളരെ സന്തോഷത്തോടുകൂടെ നമ്മൾ കൊണ്ട് നടക്കണം. ഇന്നത്തെ പരിശുദ്ധ രാവ് മുതൽ ലൈലത്തുൽ ഖദറിൻ്റെ രാവ് ഉദ്ഘാടനം ചെയ്തു തുടങ്ങുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ടൊന്നും നഷ്ടപ്പെടരുത്. എൻ്റെ നഫ്സിനോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ദുആയിൽ എല്ലാവരും ചേർക്കണം, ഓർക്കണം. എല്ലാവരെയും ദുആയിൽ ഓർക്കുന്നുണ്ട്, ചേർക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ക്ലാസ് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എത്താൻ കാരണമാകും. അൽഹംദുലില്ലാഹ്, ആരൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് കമൻറ്റിൽ ആരെല്ലാം പറയുന്നോ, പഠിച്ചോനെ എല്ലാവർക്കും നീ പരിശുദ്ധ റമളാനിൻ്റെ ലൈലത്തുൽ ഖദറിൻ്റെ പൊരിശ് കൊടുക്കണേ അല്ലാഹ്, വിജയിപ്പിക്കണേ അല്ലാഹ്, സലാമത്താക്കണേ പഠിച്ചോനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.